നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അന്ന് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു അല്ലേ? കാക്കാത്തി കള്ളം പറയൂല അമ്മ. പളനി ആണ്ടവനാണ് സത്യം. സത്യം മാത്രമേ ഞാൻ പറയൂ. എനിക്കൊരു കാര്യം അറിയണം കാക്കാത്തിയമ്മേ. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. പറയാൻ അധികാരമുള്ള കാര്യമാണെങ്കിൽ ആണ്ടവന്റെ അനുമതിയോടെ ഞാൻ പറയും. ചോദിച്ചോ അമ്മ, ചോദിച്ചോ. അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? എന്റെ ഭർത്താവിനെ കുറിച്ച്. കൈ നീട്ടമ്മ. എല്ലാം കുഴപ്പമാണല്ലോ അമ്മ. അയ്യോ, നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങളാകെ കൈവിട്ടു പോയ അവസ്ഥയാണല്ലോ. അയ്യോ, ഭർത്താവിന് വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടല്ലേ? അതെ. അവർ തമ്മിലുള്ള കല്യാണം പോലും കഴിഞ്ഞിരിക്കും എന്നാണല്ലോ ഫലത്തിൽ കാണുന്നത്. അതെ, കല്യാണവും കഴിഞ്ഞു. അവരെ എങ്ങനെയെങ്കിലും അകറ്റി തരണം. പാടാണ്. അയ്യോ, പാമ്പൻ പാലത്തിന്റെ ബലമാണ് അവരുടെ ബന്ധത്തിന്. അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും തകർക്കാൻ പറ്റില്ല. ഇത്തിരി പതിയായാലും മതി, അകറ്റി തരണം. അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പുരാടം ഉത്രാടം. ഉത്രാടമായിരിക്കും അവളുടെ നാള് അല്ലേ? നാള് അവളെന്നോട് പറഞ്ഞതാ, ഞാൻ മറന്നുപോയി. പേര് സുജാതേന്നാ. പേരിൽ മാത്രമേ സുജാതയുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും അവൾ ദുർജാതിയാണ്. അമ്മയുടെ പുക കണ്ടേ അവൾ പിന്മാറുകയുള്ളൂ. ഈശ്വര. അമ്മയുടെ ഭർത്താവിന്റെ നാളെന്താ? കാർത്തിക. ആ, കാർത്തിക കീർത്തി കേൾക്കുമല്ലോ. പക്ഷേ അതേത് രീതിയിലും ആവാം. സത്കീർത്തിയിലുമാകാം, ദുഷ്കീർത്തിയിലുമാകാം. കാർത്തികയും ഉത്രാടവും നല്ല ചേർച്ചയാ. കുട്ടി എങ്ങനെ അറിഞ്ഞു ഭർത്താവ് വേറെ കല്യാണം കഴിച്ച കാര്യം? കല്യാണം നടത്തിക്കൊടുത്തത് ഞാനാ. തമാശ പറഞ്ഞതാണോ? അല്ല, സത്യമായിട്ടും പറഞ്ഞത്. എന്നാൽ അനുഭവിച്ചോ. അവളെ പറിച്ചെടുക്കാൻ കുറച്ച് പാടുപെടും. പാടുപെട്ടാലും സാരമില്ല, പറിച്ചെടുത്തേ പറ്റൂ. അവളിപ്പോ വീട്ടിൽ കയറി ആക്രമണം തുടങ്ങിയല്ലേ? അയ്യോ, സത്യം. കാക്കാത്തിയമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? കൈരേഖകൾ ഇതെല്ലാം വിളിച്ചു പറയുന്നുണ്ടല്ലോ. അത്ഭുതം തന്നെ. ഒന്നും എന്റെ മിടുക്കല്ലമ്മ, എല്ലാം പളനി ആണ്ടവന്റെ കൃപ. കാക്കാത്തിയമ്മ എന്നെ രക്ഷിക്കണം. രക്ഷിക്കാനും ശിക്ഷിക്കാനും ഞാൻ ആര്? എല്ലാം ദൈവത്തിന്റെ കൈകളിലല്ലേ അമ്മ? എങ്കിൽ പിന്നെ ആ ദൈവത്തോട് കാക്കാത്തിയമ്മ പറയണം. അമ്മ പറഞ്ഞ ദൈവം കേൾക്കും. ഏതായാലും ഞാൻ പറഞ്ഞു നോക്കാം. എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്. ഒരു 500 രൂപ ദക്ഷിണ വെച്ച് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കേ. അവളെ എങ്ങനെയെങ്കിലും ഓടിച്ചു വിടണം. പാടാണ്, എങ്കിലും ശ്രമിക്കാം. അത് മതി. കാക്കാത്തിയമ്മ ശ്രമിച്ചാൽ അത് നടക്കും, എനിക്കുറപ്പാ. എങ്കിൽ ധൈര്യമായിട്ട് വിട്ടോ. ഫലം ഒരാഴ്ചക്കുള്ളിൽ കാണാം. മോള് ധൈര്യമായിട്ട് ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലേ. ദേ, ഇതുവരെ കണ്ട ഒരു ആത്മജയാവരുത് ഇന്ന് ദത്തൻ സാർ കാണേണ്ടത്. ദേ, മോളുടെ പ്രകടനത്തിൽ മയങ്ങി ദത്തൻ സാർ പടിപടിയായി സുജാതയെ മറക്കണം. അല്ലെങ്കിൽ കുഞ്ഞ് കൈ വരുമ്പോഴേക്കും കുഞ്ഞിന്റെ അച്ഛൻ കൈവിട്ടു പോകും. ദേ, ഞാൻ പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ സ്നേഹം എന്ന് പറഞ്ഞതേ അത് ഈ മനസ്സിൽ ഒളിപ്പിക്കാനുള്ളതല്ല, മനസ്സിലായോ? പ്രകടിപ്പിക്കണം, പ്രകടിപ്പിക്കണം. യാതൊരു മടിയും നാണവും ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് പ്രകടിപ്പിക്കണം. അതിന്റെ ഒരു ബലത്തിൽ വേണം ആണുങ്ങൾ ഇങ്ങനെ ഉപഗ്രഹങ്ങൾ പോലെ 24 മണിക്കൂറും നമ്മളെ ചുറ്റി ചുറ്റി കറങ്ങാൻ.